എന്നെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട കഥകൾ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഒരു ഒറ്റക്കുള്ള യാത്രക്കാരനായിരുന്നു ഒരുപാട് കൊല്ലമായിട്ട്. ഞാൻ 10-28 വർഷമായിട്ട് ഒറ്റയ്ക്ക് നാടകം കളിക്കുന്ന ആളാണ്. പക്ഷേ ഞങ്ങൾ 2 പേരുള്ള നാടകം കളിച്ചപ്പോൾ ഞങ്ങൾ 2 പേരായിരുന്നു. ഈ സമയത്തൊന്നും എനിക്കങ്ങനെ ഒരു അനുഭവം വല്ലാത്ത രീതിയിൽ ഉണ്ടായില്ല. എന്നാലും ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ നമ്മളെ മനസ്സിനെ അങ്ങനെ സ്പർശിച്ചിട്ട് ഏത് കാലം കൊണ്ടു നടക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നതിൻ്റെ ഒരു റീസൺ. പലപ്പോഴും ഇപ്പോൾ വേടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ കണക്കിലെടുക്കുന്ന ഒരാളല്ല, എങ്കിൽ പോലും പലരും പറയുന്ന അഭിപ്രായങ്ങളനുസരിച്ച് പലർക്കും ഇപ്പോഴും ജാതീയമായ വേർതിരിവുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ അതേസമയം പറഞ്ഞ പോലെ സമൂഹത്തിലെല്ലാം തിരിച്ചുണ്ട് എന്ന് പറയും പോലെ അവിടെ എവിടെയൊക്കെ ഉണ്ടാകാം. അത് പക്ഷേ ക്രമമായിട്ട് കുറഞ്ഞു വരികയാണ് എന്നാണ് എനിക്ക് പൊതുവെ. അതിനെനിക്കൊരു ഉത്തരമുണ്ട്. അതായത് ഞാനൊരു നാടകം ചെയ്യാൻ ഏകദേശം 1.5 വർഷം 2 വർഷമൊക്കെ എടുക്കും. അതായത് അതിനെക്കുറിച്ച് പ്രോസസ്സ് പഠിച്ച് അത് വീണ്ടും ആവർത്തി വായിച്ച് വരികൾക്കിടയിൽ വായിച്ച് അത് വീണ്ടും ശക്തിപ്പെടുത്തി ഒരു ആവർത്തി എഴുതിയത് 5-8 പ്രാവശ്യം ആവർത്തി എഴുതിയിട്ട് ക്രീമായിട്ട് എടുത്തതിന് ശേഷം അതിന് സ്ക്രിപ്റ്റ് നമുക്ക് ഗഹനമായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടിട്ടാണ് ഒരു നാടകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ 3500-4000 വേദികൾ പറയുന്നില്ലേ, അതൊക്കെ കൊല്ലങ്ങൾ സമയം ചിലവെടുത്തിട്ടുണ്ടാക്കിയ നാടകങ്ങളാണ്. അത് കറ തീർത്തെടുത്തിട്ട് ഉണ്ടാക്കുന്ന നാടകങ്ങൾ. അതേപോലെ ഞാൻ ഒരു 1.5 കൊല്ലത്തോളം വിഷമിച്ചിട്ടൊരു നാടകം ചെയ്തു. തനിനിറം നെയ്യുന്ന അതിൻ്റെ പേര്. അത് ജാതീയതയല്ല പറയുന്നത്, അത് ഞാൻ പറയുന്നത് കറുപ്പ് ആഗോള തലത്തിലുള്ള വിഷയമാണ്. അതെടുത്തോ ചേട്ടാന്ന് എന്നെ പലരും പ്രോത്സാഹിപ്പിച്ചു. ആ നാടകം ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത നാടകത്തിനേക്കാൾ ഗംഭീര പെർഫോമൻസാണ്. പക്ഷേ നിങ്ങൾ ഈ കറുപ്പിന് മാത്രം ബേസ് ചെയ്താൽ ഇത് ആളുകൾക്ക് വേദനിക്കൂല ചേട്ടാ. ഇത് നിങ്ങൾ ജാതീയതയും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ ഇത് നന്നായി എഫക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ് ജാതീയതയും കൂടി കൂട്ടി പറയുമ്പം പോലീസിന് വെക്കേണ്ടി വരും. എനിക്ക് പറ്റൂല. അപ്പം ഡ്രോപ്പ് ചെയ്തു ഞാൻ. കാരണം അങ്ങനത്തെ ഒരു വിമർശനം വന്നാൽ പോയില്ലേ. ഇവിടെ കറുപ്പിനെ കൊണ്ട് വിഷമിച്ചിട്ട് അരി വാങ്ങാൻ പറ്റാത്തവരും കറുപ്പിനെ കൊണ്ട് വിഷമിച്ചിട്ട് വഴി നടക്കാൻ പറ്റാത്തവരൊന്നും ഇവിടെ ഇല്ല ചേട്ടാ. നിങ്ങളെന്തിനാ ഇപ്പോൾ അതിന് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയൊരു നാടകം കളിക്കുന്നത്? ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ. ഇപ്പം വളരെ ചെറിയ രീതിയിൽ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങൾ കവച്ച് വെച്ച് ഇത് കളിക്കുന്നത് കാണുമ്പം പറ്റാനുള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ അഭിപ്രായമൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നില്ലേ. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതൊക്കെ എവിടേക്കോ നടക്കുന്നുണ്ടാവും. എന്നാലും നമ്മളെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ വളർന്നു ഒരുപാട്. നമ്മൾ ഒരുപാട് വിശാല ആളുകൾക്ക് അതൊന്നും നേരമില്ല. അതാണ് മെയിനായിട്ട് അവനെ നോക്കിക്കാണാൻ. ഞാൻ പൊതുവെ ഇങ്ങനത്തെ അഭിപ്രായം പല അഭിമുഖങ്ങളിലും പുരോഗമനപരമായി സംസാരിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടത് ആ പുണ്യ ശശിയേട്ടൻ പറഞ്ഞതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാര്യം ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് പ്രത്യക്ഷത്തിൽ ജാതിയുടെ വിവേചനത്തിൽ ആരെയെങ്കിലും മാറ്റി നിർത്തുന്ന എനിക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഈ നാടകം കളിച്ചപ്പോഴാണ്. അത് ഒരു 10-20 ആൾക്കാരൊക്കെ പറഞ്ഞു കളഞ്ഞു, നിങ്ങൾ ഈ കറുപ്പ് എന്നുള്ള വിഷയം ഭയങ്കര ദോഷമാണ്, ഇവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും നിങ്ങൾ പറയല്ല, അങ്ങനെയൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഇവിടെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു കാര്യം എടുത്ത് കണ്ട് ചെയ്യും. അങ്ങനെയൊരു കറുപ്പിനെ കൊണ്ട് വിഷമിച്ച് ജീവിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ലല്ലോ, കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തിക്കളയും. അങ്ങനെയുമല്ല, അങ്ങനെ അടച്ചു പറയുന്നതിനകത്തും വസ്തുതക്കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ വിഷമിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വിഷമിക്കുന്ന ഒരു സ്വകാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് എടുത്ത് നാടകം കളിക്കാൻ മാത്രമില്ല എന്നാണ് പറയുന്നത്. അതിലും വലിയ വിഷയങ്ങൾ ഇവിടെ ഭയങ്കര വിഷമിക്കുന്ന വിഷയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെടുത്ത് പറയും നിങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.